എന്താ മോളിങ്ങനെ കരയുന്നേ? ഇനി രാധികയെ സ്ഥിരമായിട്ട് ശ്യാമ മാഡത്തിനെ കൊണ്ടുപോകാം കേട്ടോ. ഇവിടുന്ന് എന്തായാലും ഇറങ്ങേണ്ടി വരും. മനസ്സിലായില്ലേ ശ്യാമ മേഡം? പ്രിയങ്കയ്ക്ക് വിവാഹമോചനത്തിന് പണം കൊടുക്കാത്തതുകൊണ്ട് പ്രിയങ്കയും മുത്തശ്ശിയും എഴുന്നേറ്റ് പോയി. അപ്പൊ ഇനി കോംപ്രമൈസ് നടക്കില്ലല്ലോ. രാധിക കണിമംഗലത്തുണ്ടാവുകയില്ല. അതാ പറഞ്ഞത്. അഡ്വക്കേറ്റ് ഓഫീസിൽ നടന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് മേഡം തന്നെ പറഞ്ഞേക്ക്. പരമേശ്വരൻ സർ, പണം സംഘടിപ്പിക്കാൻ കുറെ ബുദ്ധിമുട്ടി അല്ലേ? അങ്ങേക്ക് പണം സംഘടിപ്പിക്കാൻ പറ്റില്ല എന്ന് കൃത്യസമയത്ത് ഞാൻ അറിഞ്ഞു. ഞാൻ അപ്പൊ തന്നെ ചെന്ന് ആ പണം സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പ്രിയങ്കയ്ക്ക് കൊടുക്കേണ്ട 25 കോടിയും കൊടുത്തു കഴിഞ്ഞു. അതെങ്ങനെ? എന്തോ സത്യമാണോ ഈ പറയുന്നേ? എന്നിട്ട് വന്നു കയറിയ ഇവർ രണ്ടുപേരും പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. എന്താടാ ഇതിന്റെ അർത്ഥം? അച്ഛാ, പണം കൊടുത്ത് വിവരം പറയാൻ വേണ്ടി സന്തോഷത്തോടെയാ ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നത്. ഇവിടെ എത്തിയപ്പോ ഈ നിൽക്കുന്ന രണ്ടുപേരും കേക്ക് ഓർഡർ ചെയ്ത് കാത്തു നിൽക്കുക. എന്റെയും രാധികയുടെയും പരാജയം ആഘോഷിക്കാൻ വേണ്ടി. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ചെറിയമ്മയ്ക്ക് ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർഡർ ചെയ്തു, അത്രേ ഉള്ളൂ. മിണ്ടിപ്പോര്. ഇത്രയും കഷ്ടപ്പെട്ട് എന്റെ ഏട്ടത്തെയും ചെറിയമ്മയും കേക്ക് ഓർഡർ ചെയ്ത് കാത്തിരിക്കുമ്പോ അത്യാവശ്യം അവർക്ക് സന്തോഷം വന്ന ഒരു കാര്യം ഞങ്ങളും ചെയ്യണ്ടേ? എങ്ങനെയുണ്ട് അടുത്തി? എന്നെ കൊണ്ട് ആവുന്ന രീതിയിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. വിശ്വസിച്ചല്ലേ? എടാ, അവര് രണ്ടുപേരുടെയും കാര്യം അവിടെ നിക്കട്ടെ. ഞങ്ങളെ കൂടി വിഷമിപ്പിച്ച് കളഞ്ഞല്ലോടാ. അമ്മേ, ഞാൻ കൂട്ടിവെച്ചതൊക്കെ എന്റെ മോൾക്കുള്ളതാ. എപ്പോ വേണമെങ്കിലും അതെല്ലാം രാധികയുടെയും വരുണിന്റെയും പേരിലാക്കാനുള്ളതാ. ഇപ്പൊ ഞാൻ എടുത്തു കൊടുത്ത പണമെന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ അവരുടെ പണം തന്നെയാ. അവരുടെ പണം അവരുടെ ജീവിതത്തിന് വേണ്ടിയല്ലേ ഉപയോഗിക്കേണ്ടേ? പ്രതിസന്ധി ഘട്ടത്തില് ദൈവം വരുന്നത് പല രൂപത്തിലായിരിക്കും. ഇപ്പത് ശ്യാമയുടെ രൂപത്തിലാ. ഓ, ഇനി മതിയടി അഭിനയിച്ചത്. ആ കണ്ണൊക്കെ ഒന്ന് തുടക്കേ. വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചിട്ട്. സോറി അമ്മേ.